നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ ബെസ്റ്റ് പുരസ്കാരം ഇതാണ്. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള പ്രഖ്യാപനം ഫിഫ നടത്തി. സമയം എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെ കാണാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഫിഫ ഒഫീഷ്യലായിട്ട് അറിയിക്കുന്ന കാര്യം, ഇന്ന് ഫിഫ ബെസ്റ്റിൻ്റെ വിന്നേഴ്സിനെ റിവീൽ ചെയ്യും. അതായത് ഡിസംബർ 17 ഖത്തറിൽ ദോഹയിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോക്കൽ ടൈം രാത്രി 8 മണിക്കാണ്. അതായത് ദോഹയിലെ സമയം രാത്രി 8 മണിക്കാണ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം പറഞ്ഞാൽ രാത്രി 10:30 പ്രോഗ്രാം ആരംഭിക്കുന്നത്. CET സമയം വൈകിട്ട് 6 മണിക്ക്. ഇനിയുള്ള ചോദ്യം, എങ്ങനെ നമുക്ക് ലൈവ് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഫിഫ ഒഫീഷ്യലി പറയുന്നു, ദി സ്പെഷ്യൽ ഇവൻറ്റ് അറ്റ് 20 ലോക്കൽ ടൈം പറഞ്ഞല്ലോ, അത് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ലൈവ് ഓൺ FIFA.com. FIFA.com നമുക്ക് ഒഫീഷ്യലായിട്ട് ഇത് ലൈവായിട്ട് കാണാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഫിഫ അറിയിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇത്തവണ ഡിജിറ്റൽ ഇവൻ്റ് ആയിട്ടാണ്, അതായത് ഓൺലൈനായിട്ടാണ് പ്രോഗ്രാം നടപ്പാക്കുന്നത്. നമ്മൾ ഇന്നലെ തന്നെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫേസ് ടു ഫേസ് പ്രോഗ്രാം നടത്തണമെങ്കിൽ മാർച്ച് വരെ ഡേറ്റ് ഇല്ല, താരങ്ങളുടെ അവൈലബിലിറ്റി മറ്റൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ പ്രോഗ്രാമായിട്ടിത് സംഘടിപ്പിക്കാൻ പോകുന്നത്. ഏതായാലും നാളെ ഖത്തറിൽ ഇൻ്റർ കോണ്ടിനൽ കപ്പിൻ്റെ ഫൈനലുണ്ട്. റയൽ മാഡ്രിഡും CF പച്ചൂക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ്, അതിൻ്റെ ഈവിൽ ഈ ഒരു പ്രോഗ്രാം നടത്താനായിട്ട് ഇപ്പോൾ ഫിഫ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ആകാംക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുന്നു ഫിഫ ബെസ്റ്റ് ആർക്കായിരിക്കും എന്നറിയാൻ വേണ്ടി. ഫിഫ ബെസ്റ്റിന് വേണ്ടി ഇപ്പം നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന താരങ്ങൾ ഡാനി കർവാഹൽ, ഏർലിംഗ് ഹാലൻഡ്, ഫെഡെ വാൽവർദെ, ഫ്ലോറിയൻ വേർട്സ്, ജൂഡ് ബെല്ലിംഗാം, കിലിൻ എംബാപ്പെ, ലാമിൻ യമാൽ, ലിയോ മെസ്സി, റോഡ്രി, ടോണി ക്രൂസ്, വിനി ജൂനിയർ എന്നിവരാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു അട്രാക്ഷൻ, ഇത്തവണ ഫിഫ്രോ വേൾഡ് 11 അല്ല. ഫിഫയും ഫിഫ്രോയും 2 തരത്തിലാണ് വേൾഡ് 11 പ്രഖ്യാപിക്കുക. ഫിഫ്രോ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഫിഫയുടെ വേൾഡ് 11 ഇന്ന് പ്രഖ്യാപിക്കും. അതിൽ ആരാധകരുടെ വോട്ട് കൂടി പരിഗണിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ദി ബെസ്റ്റ് ഫിഫ മെൻസ് കോച്ച് ആർക്കായിരിക്കും എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കിയാണ്. കാർലോ അഞ്ചലോട്ടിയും ലയണൽ സ്കലോനിയും ലൂയിസ് ഡി ലാഫ്യൂൻ്റെയും പെപ് ഗാർഡിയോളയും സാബി അലോൺസോയുമാണ് അതിനുള്ള നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. ദി ബെസ്റ്റ് ഫിഫ മെൻസ് ഗോൾ കീപ്പർ നോമിനീസായിട്ട് ആൻഡ്രി ലൂനിനും ഡേവിഡ് റായും, എറേഴ്സിനും എമിലിയാനോ മാർട്ടിനസും, ജിയാലുക്കി ഡൊണാറുമയും, മൈക്ക് മൈഗ്നനും, ഊനായ് സിമോണും ഉണ്ട്. അതിലാർക്ക് ലഭിക്കും ആ പുരസ്കാരം എന്നുള്ളതും, ഫിഫ പുസ്കാസ് അവാർഡ് ആർക്ക് ലഭിക്കും എന്നുള്ളതുമൊക്കെ ആരാധകർക്ക് ഇന്നറിയാൻ കഴിയും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.